الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا أرحم الراحمين ربنا ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നൂറേ ഹബീബിന്റെ മുത്തുമണികൾ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ഖൈർ നൽകണം അല്ലാഹ്. ബറക്കത്ത് നൽകണം അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നൂറേ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി കൊടുക്കണം അല്ലാഹ്. മക്കളില്ലാത്ത നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി പൂർത്തിയാവാത്തുണ്ട്, വീടിന്റെ പണി നീ പൂർത്തിയാക്കി കൊടുക്കണല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണമല്ലാ. ഈമാൻ സലാമത്താക്കണല്ലാ. സന്തോഷം നൽകണേ അല്ലാഹ്. നൂറേ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ നീ ഇറക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ വീട്ടിലെ സമാധാനം നൽകണേ അല്ലാഹ്. സമ്പത്ത് നൽകണല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ. ഖൈർ നൽകണമല്ലോ. ബറക്കത്ത് നൽകണമല്ലോ. അല്ലാഹുവേ നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്ക് സമാധാനം നൽകണമല്ല. എന്തൊക്കെ രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണമല്ല. തലയുടെ മൂർത്താൾ മുതൽ കാലിന്റെ പല്ലോര രോഗങ്ങളാണ്. ശിഫ നൽകണമല്ല. നീ ശിഫ നൽകണമല്ല. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് കാക്കണല്ല. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല. ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ല. ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല. അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് വാപ്പാനെ മറന്ന് ഉമ്മാനെ മറന്ന് ഭർത്താവിനെ മറന്ന് ഭാര്യനെ മറന്ന് മറ്റൊരാളെ കൂടെ ഒളിച്ചോടിപ്പോണ്ട കൽബ് തരല്ല റബ്ബേ. റാഹത്ത് നൽകണമല്ലോ. സമാധാനം നൽകണമല്ലോ. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ടാക്കണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി ഒരുപാട് സമ്പത്ത് നൽകണമല്ലോ. ഒരാളെ സമ്പത്ത് ഞങ്ങൾക്ക് അപകരിച്ച് കഴിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. കളവ് പറയേണ്ട കൽബ് തരല്ല അല്ലാഹ്. യേശുവിനെ പറയുന്ന കൽബ് തരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പ്രവാസികളാണ്. ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്. അല്ലാഹ് ഞങ്ങളെ ഉപ്പമാര് പ്രവാസികളാണ്. ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് വന്ന അവസ്ഥ ഒരാൾക്കും കൊടുക്കാതിരിക്കാൻ തങ്ങളിപ്പോ എല്ലാവരും തങ്ങളും ഉൾപ്പെടുത്തണം. ഞങ്ങളെ ചരിത്രം നിങ്ങളെ പറഞ്ഞു കൊടുക്കണം. എനിക്ക് മകളുണ്ട്, അവളെ കല്യാണം കഴിഞ്ഞു. എനിക്കൊരു പൊന്നുമോളുണ്ട്. ഞങ്ങളെ താലോലിച്ച് ഞങ്ങളെ വളർത്തി ഞങ്ങൾക്കൊരു പൊന്നുമോളുണ്ട്. ആ പൊന്നുമോളെ കല്യാണം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 2 മാസം എന്റെ മരുമകന് എന്റെ മകളെ ഭർത്താവ് നാട്ടിൽ നിന്നു. ആ സമയത്ത് എന്റെ പൊന്നുമോളെ ഗർഭിണിയായി. അവന് ഗൾഫിൽ പോയി സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ എന്റെ മകള് പ്രസവിച്ചു. തങ്ങളെ എന്റെ മരുമകന് എന്റെ മകളെ ഭർത്താവ് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ പൊന്നു മകളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ പൊന്നു കുട്ടിയെടുക്കുന്ന താലോലിക്കണം. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഉമ്മ പറഞ്ഞു, മോനെ ഒരുപാട് കടലിലെ ഉമ്മാന്റെ കുട്ടി കുറച്ചു മാസങ്ങളെ കഴിഞ്ഞിട്ട് വാ. അങ്ങനെ ദിവസങ്ങളെ കഴിഞ്ഞു, മാസങ്ങളെ കഴിഞ്ഞു. എല്ലാ ദിവസവും ആ പിഞ്ചു കുട്ടിയെ കാണാ. ആ മരുമകൻ എപ്പോഴും ഉപ്പ ഫോണ് വിളിക്കും. നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. സന്തോഷം കൊണ്ട് 2 ദിവസമേ ഉള്ളൂ. രാത്രി കിടന്നുറങ്ങിയപ്പോ നേരം വെളുത്ത് കഴിഞ്ഞിട്ടില്ല. അറ്റാക്കിന് മരണപ്പെട്ടു. ആ പെണ്ണുമോന്റെ ജനാദയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരവസ്ഥ വരുത്തില്ല റബ്ബേ. ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. പ്രവാസ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണല്ലോ. റാഹത്ത് നൽകണയല്ല. എല്ലാ ബലാലും മുസീബത്തുകളും ഞങ്ങളെ കാക്കണയല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല.
സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണമല്ല, കണ്ണേറുകാരന്റെ കണ്ണീർ നിന്ന് കാക്കണമല്ല, എല്ലാ ബലായും മുസീബത്തിനെ തൊട്ട് കാക്കണമല്ല, ഇസ്സത്ത് നൽകണമല്ല, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. യാമീനി വെറുതെയാക്കല്ല തമ്പുരാനെ, യാമീനി വെറുതെയാക്കല്ല തമ്പുരാനെ, യാമീനി വെറുതെയാക്കല്ല തമ്പുരാനെ. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്, അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ. وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العظيم. آمين آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الله قبول ആക്കട്ടെ. വിഷമല്ല മാറ്റി തരട്ടെ, സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ ദിവസവും ഫളലാണ്. ഇന്ന് ഒരു പൊന്നു മോള് അല്ലേ, അവള് പോയോ? കുട്ടിണ്ടായത് പോയോ? ആ പൊന്നു മോള് എന്റെ അവിടെ കയറിയിട്ട് കരയാണ്. വർത്താനം പറയല്ലേ, കുറച്ച് ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് നിൽക്ക്. ആ വന്ന് ഉമ്മാരെ കസാല സൈഡാക്കി കൊടുക്ക്. നിങ്ങൾക്കറിയോ, ഒരു പൊന്നു മോള് ഇപ്പൊ ഇവിടെ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കല്യാണം കണ്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളായി, അങ്ങനെ ഡോക്ടറെ മക്കളാകുന്നില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഓക്ക് മക്കളുണ്ടാകാൻ. കണ്ടോ ഒരു കുട്ടിനെ? വർത്താനം പറയല്ലടോ. ആയിരക്കണക്കിന് ആള് വരുന്ന സമയത്ത് വർത്താനല്ല. ഇപ്പൊ 10 മിനിറ്റ് മുന്നേ പുറത്ത് പോയില്ലേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളായി മക്കളുണ്ടാകുന്നില്ല. അങ്ങനെ ഡോക്ടർമാരെ കാണിച്ചപ്പോ പുതിയാപ്പനോട് പറഞ്ഞത് മക്കൾ ഉണ്ടാവാൻ പ്രയാസമാണ്. അങ്ങനെ ഓം പറഞ്ഞത് മക്കൾ ഉണ്ടാവുക നമുക്ക് എന്ത് ചെയ്യാൻ, പിരിയാം. അങ്ങനെ ത്വലാഖ് കൊടുത്തു, നിരാശരായി. അങ്ങനെ ഇരിക്കുമ്പോ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ മേലെ കൊടുക്കാട് വന്നു. അത് കണ്ട കുട്ടിനെ അൽഹംദുലില്ലാഹ്. അപ്പോ ഇവിടെ വന്നു, ദുആയിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ്.